കാർഡ്സ് അഗ്രിടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നബാർഡ് ബാങ്കിൻ്റെ സബ്സിഡിയിൽ 100ഓളം വരുന്ന സംരംഭകർക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് BB380 കോഴികളെ വളർത്തുന്നതിനും അതിനാവശ്യമായ കൂടുകൾ നിർമ്മിക്കുന്നതിനും ഷെഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ട്രെയിനിങ് നൽകുന്നതിൻ്റെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ ഡെമോ പ്രൊജക്റ്റാണ് ഈ കൂട്. 120 കോഴികളെ വളർത്താവുന്ന ടാറ്റയുടെ 275 GSM ഹെവി മെറ്റീരിയൽ തീർത്തതാണ് ഈ കൂട്. 19 ഇഞ്ച് ഹൈറ്റും 24 ഇഞ്ച് വിഡ്ത്തും വരുന്നതാണ് ഓരോ ബോക്സുകളും. 2 ടയർ മോഡലിലാണ് കൂട് നിർമ്മിച്ചിരിക്കുന്നത്. കോഴികൾക്ക് വെള്ളം കുടിക്കുന്നതിനും തീറ്റ തിന്നുന്നതിനുമായി ഓട്ടോമാറ്റിക് നിപ്പിൾ ഡ്രിങ്കിംഗ് സിസ്റ്റവും ഫീഡർ സിസ്റ്റവും കൂടിൽ ക്രമീകരിച്ചിരിക്കുന്നു. പുറത്തുനിന്നുള്ള മറ്റ് ജീവികളുടെ ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ അരക്കര മെഷ് ഉപയോഗിച്ച് പൂർണ്ണമായി ഫെൻസിങ് നടത്തി നിർമ്മിച്ചതാണ് ഷെഡ്. BB380 കോഴികളെ വളർത്തുന്ന കർഷകർക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാണ് ഈ യൂണിറ്റ്. വിവിധ തരത്തിലുള്ള കോഴിക്കൂടുകൾ നിങ്ങൾ യൂട്യൂബിലായിട്ടും നേരിട്ടും കണ്ടിട്ടുണ്ടാവും. അതിൽ ടാറ്റയുടെ 275 GSM എന്ന പലരും അവകാശപ്പെടുന്ന കൂടുകൾ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ടാറ്റയുടെ 275 GSM ആണെങ്കിൽ അതിൽ തന്നെ ടാറ്റ വൈറോൺ ഹെവി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൂടാതെ 3.mm എന്നും കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഓരോ കള്ളികളുടെ വിഡ്ത്തും ഹൈറ്റും ലെങ്തും കൃത്യമായ അളവ് ഉള്ളതായിരിക്കണം. ഒരു പൗൾട്രി ഫാം എങ്ങനെയായിരിക്കണം എന്ന് പൂർണ്ണമായി മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഷെഡ് നിർമ്മിച്ച് പുതിയ സംരംഭകർക്കുള്ള പരിശീലനം നൽകിയത്. BB380 കോഴികളുടെ പരിചരണവും മുട്ടയുടെ വിപണനവും കോഴിക്കാഷ്ടം ജൈവവളമാക്കി മാറ്റുന്നതിനുള്ള പരിശീലനവും ചേർന്നതായിരുന്നു പദ്ധതി. കോഴിക്കാഷ്ടം കൂടിനടിയിൽ ടാങ്ക് തീർത്തിരുന്ന രീതി പലയിടത്തും കണ്ടിട്ടുണ്ട്. ഓർക്കുക, കൂടിനടിയിൽ കാഷ്ടം കിടന്നാൽ വേനൽക്കാലത്ത് മാത്രമേ സ്മെല്ലില്ലാതിരിക്കുകയുള്ളൂ. അതൊരിക്കലും കമ്പോസ്റ്റായി മാറുകയും ചെയ്യില്ല. ഡെയിലി വീഴുന്ന കാഷ്ടത്തിൽ ഉള്ള നനവ് എപ്പോഴും ആ കാഷ്ടത്തിലുണ്ടാവും. നമുക്കത് കോരി മാറ്റുന്നതിന് പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അതേസമയം നമുക്ക് ഇപ്പോൾ തന്നെ അത് കോരി മാറ്റുകയാണെങ്കിൽ മറ്റൊരു ടാങ്ക് ഉണ്ടാക്കി അതിൽ ശേഖരിച്ച് കൃത്യമായ പ്രോസസ്സിലൂടെ അതിനെ ജൈവവളമാക്കി മാറ്റാൻ സാധിക്കും. നാടൻ കോഴിമുട്ടകളാണ് നിങ്ങൾ വിപണനം നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗ്രീൻ ഫുഡ് ഒരു നേരം കൃത്യമായി കോഴികൾക്ക് നൽകിയിരിക്കണം. ഗ്രീൻ ഫുഡ് കൊടുക്കാൻ സാധിക്കാത്തവർക്ക് അസോള വളർത്തി കോഴികൾക്ക് ഒരു നേരം ഭക്ഷണമായി നൽകാവുന്നതാണ്. ഹൈടെക് രീതിയിൽ BB380 കോഴികളെ വളർത്തുന്ന കർഷകർ നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജായി കമൻറ്റ് ബോക്സിലിട്ടാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോകൾ ചെയ്ത് അയക്കുന്നതായിരിക്കും.